ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ, അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നും വരുന്നത് നമ്മൾ 7:30-ആയിരുന്നു. ഇന്ന് കുറച്ച് ഏറെ ലേറ്റ് ആയി പോയേ. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെയാണ്. ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും അതുപോലെ തന്നെ ഗോവിന്ദനെയും കനകദുർഗേനെയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറയാണ്, മോളെ നീ ഇതെങ്ങനെ സഹിക്കുമെന്ന്. അപ്പം നമ്മുടെ വസുന്ധര മുത്തച്ഛി വന്ന് ഇവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നയന ക്ഷമിക്കാൻ തയ്യാറായി. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല, എൻ്റെ മോൾ അങ്ങനെയാണ്, അവൾ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്നവളാണ്, അതെനിക്കറിയാം. എൻ്റെ മോൾക്ക് ഇത് വന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്താ ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു സമാധാനത്തിന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷം സന്തോഷിച്ച ദിവസമായിരുന്നു. എൻ്റെ നവ്യമോളുടെ ജീവിതം ഇപ്പം ഏകദേശമൊക്കെ ശരിയായി വരികയാണ്. അബിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടുവരുന്നുണ്ട്. ഇനി അബി ഏതോ ആയിക്കോട്ടെ, പക്ഷെ നവിയെ സ്നേഹിക്കാനും കുഞ്ഞിനെ സ്നേഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നയനയും ആദർശം തമ്മിലുള്ള ജീവിതം അത് കണ്ടിട്ട് ഏറെ സന്തോഷിച്ചിരുന്നതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ സന്തോഷിക്കാനുള്ള വകയൊന്നും ഇല്ലല്ലോ. എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവക്ക് ദൈവം ഇത്രമധികം ശിക്ഷ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, അച്ഛാ വേണ്ട, ഇനി ആദർശേട്ടനെ കുറിച്ചൊന്നും പറയരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദർശേട്ടനെ വേദനിപ്പിക്കാൻ പാടില്ല. ഈ കാര്യം ചോദിച്ച് ആദർശേട്ടന്റെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുത്. അപ്പൊ ഈ സമയത്താണല്ലോ നമ്മുടെ ആദർശ് വരുന്നത് DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ട്. ആദർശ് കയറി വന്ന ഉടനെ തന്നെ നയനയും കൂട്ടിക്കൊണ്ട് മേളത്തെ റൂമിലേക്ക്, അതായത് നമ്മുടെ അനന്തമൂർത്തിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ ഈ ആദർശ് വന്ന ഉടനെ തന്നെ നമ്മുടെ ജലജ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നടാ? വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പം നീ ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനല്ലേ നീ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ നമ്മുടെ അഭിനെ ഒരു തറപ്പിച്ചൊരു നോട്ടവും നോക്കിയിട്ടാണ് മേളത്തെ നിലയിലേക്ക് കയറി പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അല്ല, സോറി, നവ്യ ചോദിക്കുന്നുണ്ട് അഭിയോട്, ഇതെന്തു പറ്റി ആദർശേട്ടൻ ഇങ്ങനെ അഭിനെ നോക്കിയത്? അയാൾ എന്തിനാ ഇങ്ങനെ നോക്കിയത്? ആർക്കറിയാം എന്നാണ് അഭി പറയുന്നത്. പക്ഷെ DNA റിസൾട്ട് കിട്ടിയതിന്റെ ആ ഒരു മനസ്സിലെ ദേഷ്യം കാരണമാണ് നമ്മുടെ അഭിനെ അത്രയ്ക്കും രൂക്ഷമായിട്ട് ആദർശ് നോക്കിയത്. മേളത്തെ നിലയിലേക്ക് ചെന്നു. മുത്തച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നയന ചോദിക്കുകയാണ്, എന്തിനാ ആദർശേട്ട ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? അപ്പം മോനെ എന്താ പറ്റിയത്? മോൻ ഇത്രയും നേരം എവിടെ പോയേക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പം ഞാൻ ഇത്രയും നേരം എവിടെ പോയേക്കുമായിരുന്നു മുത്തച്ഛൻ അറിയണോ? റിസൾട്ട് കിട്ടി, DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി. ഞാനല്ല ആ കുട്ടിയുടെ അച്ഛൻ. അതിന് അതിശയിക്കാനൊന്നുമില്ല മോനെ, നീ അല്ല ആ കുട്ടിയുടെ അച്ഛനെന്ന് എനിക്കറിയാം. അത് നേരത്തെ എനിക്കറിയായിരുന്നു. എങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ മുത്തച്ഛന് കേൾക്കണോ? ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നോ? ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ ആ DNA റിസൾട്ട് കാണിക്കുക. ഇത് കേട്ടും സത്യം പറഞ്ഞാല് തകർന്നു പോയിട്ടോ നമ്മുടെ മുത്തച്ഛന്. എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. എങ്കിലും പറഞ്ഞു, എന്തതിശയിക്കാനാണ് ഇരിക്കുന്നത്? എങ്കിലും അവൻ ഇത്ര ക്രൂരനായിരുന്നു. അവനാണ് ആ കുട്ടിയുടെ അച്ഛൻ. അപ്പൊ അവൻ അറിയായിരിക്കുമല്ലോ. എന്നിട്ടും അത് നിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അവൻ എത്ര ശ്രമം നടത്തി. അവൻ എന്ത് പാവത്താനായിട്ടാ ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണല്ലോ അവൻ ചെയ്യുന്നത്. ഇന്ന് അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്കണം മുത്തച്ഛ. ഇന്ന് ഞാൻ അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്കും. അവൻ എന്തിനാ എന്നോട് ഈ കൊടും ചതി ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വിളറി വെളുത്ത് ഇത്രയും ദിവസം നടക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ഒരു ഭ്രാന്തനെ പോലെയാണ് ഞാൻ ഇത്രയും ദിവസം നടന്നത്. കിരണില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതെനിക്ക് കിട്ടില്ലായിരുന്നു. ഏതായാലും ഈ DNA റിസൾട്ട് അവന്റെ മുഖത്ത് എനിക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്കിതിൽ നിന്ന് മോചിതനാകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശൻ ചങ്കിലങ്ങ് കൈവയ്ക്കാണ് കേട്ടോ. അയ്യോ എന്നും പറഞ്ഞ് ചങ്കിൽ കൈവച്ചിട്ട് കട്ടിലങ്ങിരുന്നു. മോനെ വേണ്ട, ഒന്നും പറയരുത് മോനെ, ഒന്നും പറയരുത്. അപ്പോഴത്തേക്കും നമ്മുടെ നയന എന്താ മുത്തശ്ശ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചങ്കൊക്കെ തിരുമ്മി കൊടുക്കാണ്. മോളെ ഒന്നും പറയണ്ട. ദേ ഈ കുടുംബത്തിൽ ഒരു നല്ല ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അറിയാലോ നയന മോളെ, നിന്റെ ചേച്ചിയുടെ കാര്യം. നിന്നെപ്പോലെ ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള മനസ്സവക്കില്ല. ഒരു കുടുംബം തകർക്കണോ നമുക്ക്? അപ്പം മുത്തച്ഛൻ എന്താ പറയുന്നത്? ഈ വീഴ്പ്പ് ഞാൻ ചുമക്കണമെന്നോ? ചന്തുമോളെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കണമെന്നോ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തെറ്റുകാരനാകണമെന്നോ? അല്ല, നീ തെറ്റുകാരനല്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിന്റെ ഭാര്യയ്ക്കറിയാം. നിന്റെ ഭാര്യ നിന്നെ വിശ്വസിക്കുന്നിടത്തോളം കാലം വേറെ ആരും അത് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചന്തുമോളുടെ കാര്യം കൂടി നമ്മൾ ഓർക്കണം. ചന്തുമോൾക്ക് സേഫ് എപ്പോഴും നിന്റെ കുഞ്ഞായിട്ട് ഇരിക്കുന്നത് തന്നെയാ. നിന്റെ കുഞ്ഞായിട്ട് വളരുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല. ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണ്ടേ? ആ കുട്ടിയുടെ അമ്മയുടെ
മുഖമെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? അതുകൊണ്ടാ പറയുന്നത് മോനെ, ഒരിക്കലും ഒരിക്കലും മോനിത് പുറത്തു പറയരുത്. പിന്നെ നയനെ, നിനക്കറിയാലോ നിന്റെ ചേച്ചിയുടെ സ്വഭാവം എന്നെക്കാൾ കൂടുതൽ നിനക്ക് അറിയാവുന്നത്. നിന്റെ ചേച്ചി ഇനിയും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ ഈ കുടുംബജീവിതം നയിച്ചു പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പോലെ ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും അവൾക്ക് പറ്റില്ല. എടുത്ത് തടി ഒരു തീരുമാനം എടുത്ത് ജീവിതം ഉപേക്ഷിച്ച കുട്ടിയായിട്ട് അവൾ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതൊരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിന്റെ ചേച്ചിയുടെ ജീവിതം നീ ആയിട്ട് തകർക്കരുത്. അല്ല, മുത്തച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ആദർശേട്ടനും ഞാനും ചന്തുമോളുടെ അമ്മയും അച്ഛനും ആകണമെന്ന് തന്നെയാണോ? അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ മുത്തച്ഛന്റെ ഒരു അപേക്ഷയാണ്. അയ്യോ, എന്താ മുത്തച്ഛ? മുത്തച്ഛന് വേണ്ടിയല്ലേ ഞാൻ ഇതുവരെ എല്ലാം ചെയ്തിട്ടുള്ളൂ. മുത്തച്ഛൻ പറയുന്നതല്ലേ ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. മുത്തശ്ശൻ ഒരിക്കലും എൻ്റെ കാലും കൈയൊന്നും പിടിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. മുത്തശ്ശന് വേണ്ടി എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാ എന്നിങ്ങനെ പറയാ. ഈ സമയത്തായിക്കോട്ടെ, ആദർശ മേളിലേക്ക് കയറിപ്പോയത് ചർച്ചയാണ് ജലജയും ജാനകിയൊക്കെ താഴെ നടത്തുന്നത്. ഓ, ആദർശവീരനായ ആദർശ മേളിലേക്ക് കയറിപ്പോയില്ലോ. അവനെല്ലാവരുടെയും മുഖത്ത് നോക്കാനേ മടി തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഒന്നാമത് ജലജയല്ലല്ലോ സോറി, കനകയുടെയും ഗോവിന്ദന്റെയും മുഖത്ത് അവന് നോക്കണ്ടേ, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണ്ടേ. എന്ത്? അവൻ അതിനൊന്നും പറ്റത്തില്ല. തെറ്റ് ചെയ്തവൻ തെറ്റുകാരൻ തന്നെയാണ്. അവന് ശിക്ഷ കൊടുക്കാതെ ഈ വീട്ടില് പന പോലെ വീണ്ടും അവനെ വളർത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തൂതും ഒക്കെ കിട്ടിയ അവസരമൊക്കെ മാക്സിമം നമ്മുടെ ജലജയും ജാനകിയൊക്കെ പ്രയോഗിക്കുകയാണ്. കൂടെ നമ്മുടെ നവ്യയും ഉണ്ട് കേട്ടോ. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്കറിയില്ല അമ്മ, എന്തിനാ നയനെ അയാളെ ഇങ്ങനെ അംഗീകരിച്ചിരിക്കുന്നതെന്ന്, ആ കുട്ടിയെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ ഇതൊരിക്കലും പൊറുക്കില്ല, സഹിക്കില്ല. ഞാൻ മാത്രമല്ല, എന്നെ പോലെയുള്ള ഒരു പെണ്ണുങ്ങളും ഇത് പൊറുക്കുകയോ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്താ നയനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാം. ഈ സമയത്ത് നമ്മുടെ ആദർശം നയനയും അതുപോലെ മുത്തശ്ശനും ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന ഉടനെ തന്നെ നമ്മുടെ കനകയും ഗോവിന്ദനും അവിടെയുണ്ട്. അടുത്തേക്ക് നയന ചെല്ലുകയാണ്. നയന ചെല്ലുന്നു, ആദർശം ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ കനക ചോദിക്കുകയാണ്, മോനെ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോന്ന്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ആന്റി കേട്ടതൊക്കെ സത്യം തന്നെയാണ്. എൻ്റെ കുട്ടിയാണ് ചന്തുമോൾ. വേറെ ഒന്നും എന്നോട് വേറെ ഒന്നും ആരും ചോദിക്കരുത്. എൻ്റെ കുട്ടിയാണ് ചന്തുമോൾ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടത് നയനയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരച്ചില്. കനകയും ഗോവിന്ദനും, എൻ്റെ മോൾക്കെങ്കിലും ഇങ്ങനെ പറ്റിപ്പോയല്ലോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, വേണ്ട നിർത്ത അമ്മ, ഇനി ഇത് വേണ്ട, ഇനി ഇത് ആവർത്തിക്കരുത്, നിർത്തിക്കോ. ഇനി അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യരുത്. ആദർശേട്ടനെ എൻ്റെ ഭർത്താവാണ്. ആ കുട്ടിയെ ഞാൻ എൻ്റെ മകളായിട്ട് സ്വീകരിച്ചു. എൻ്റെ സ്വന്തം മകളല്ലെങ്കിലും എൻ്റെ രക്തത്തിൽ പിറന്നതല്ലെങ്കിലും എൻ്റെ ആദർശേട്ടൻ്റെ രക്തത്തിൽ പിറന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അതിനെ മകളായിട്ട് സ്വീകരിച്ചു. ഇനി ആരും അതിന് തട കെട്ടാൻ വരണ്ട, ആരും ഇനി ഇത് ഊതി പെരിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. നയനയുടെ പ്രസംഗം കേട്ടോണ്ട് നിൽക്കാന്നുള്ളതല്ലാതെ കനകയ്ക്കും ഗോവിന്ദനും വേറെ ഒരു മാർഗവുമില്ല. കാരണം നയനയുടെ ജീവിതമാണ്. ഈ സമയത്ത് ഗോവിന്ദൻ പറയാണ്, മോനെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ആദർശനോട്. അപ്പോഴത്തേക്കും നിന്നെ നയനി ചോദിച്ചു, എന്താ അച്ഛൻ സംസാരിക്കാൻ? ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാനുണ്ട്, എൻ്റെ മരുമനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് പറഞ്ഞു, മോനെ നീ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന് എന്നെക്കാൾ നിനക്കറിയാലോ. അത് നീ ചെയ്തതാണെങ്കിൽ അത് തെറ്റല്ലാതാവില്ല. ആദർശ് ചെയ്തതാണെന്ന് പറഞ്ഞത് തെറ്റല്ലാതാവില്ലല്ലോ. പക്ഷെ എൻ്റെ മോളുടെ ജീവിതം നിനക്ക് ഒരു വാക്ക് പറയായിരുന്നല്ലോ. നീ അന്ന് നവ്യെ പെണ്ണ് ചോദിച്ചു വന്നു, അന്നെങ്കിലും നിനക്ക് പറയത്തില്ലായിരുന്നോ? അന്നും ഈ ബന്ധം ഉണ്ടായിരുന്നുവല്ലോ. ഈ കുട്ടിക്ക് 6 വയസ്സായ സ്ഥിതിക്ക് നിങ്ങൾക്ക് അതിനു മുന്നേ തുടങ്ങിയ ബന്ധമാണല്ലോ. എങ്കിൽ പിന്നെ എന്തിനാ മോനെ ഇത് മറച്ചു വെച്ച് എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത് നീ? അപ്പോഴത്തേക്കും വീണ്ടും ആദർശ് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മകൾക്ക് ഒരു വിഷമവും എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാവില്ല. അതുപോലെ നവ്യയ്ക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ആദർശ് പറയാണ്. കാരണം നവ്യയ്ക്ക് വിഷമം ഉണ്ടാവില്ലെന്ന് അവിടെ എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല, നവ്യയ്ക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യമാണല്ലോ മറച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നവ്യയ്ക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് നമ്മുടെ ആദർശ് പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് രണ്ടിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നയനെ ആ കുട്ടീനെ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചതാണ്. ഇനി ആ കുട്ടി എന്റെയും നയനയുടെയും കുഞ്ഞായിട്ട് തന്നെ വളരും. പിന്നെ സത്യങ്ങൾ ഒരു ദിവസം എല്ലാവരും അറിയും. ആ ഒരു ദിവസത്തിനായിട്ട് കാത്തിരുന്നാൽ മതി. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കാനില്ലെന്ന് പറഞ്ഞു. അപ്പൊ നയന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, ഇനി ആദർശനോടൊന്ന് ചോദിക്കരുതെന്ന്. ആദർശനോട് ചോദിച്ചാൽ ശരിയാവില്ല, ആദർശനോട് ചോദിക്കാൻ പാടില്ല, ഇനി ആദർശനെ വേദനിപ്പിക്കരുത്, അതെനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ കനകയും ഗോവിന്ദനും അവിടുന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കാതെയാണ് പോകുന്നത്. എങ്ങനെ ഇറങ്ങും തൊണ്ടയിൽ നിന്ന്? കഴിക്കാൻ പറ്റുമോ? മകളുടെ ജീവിതം ഒരു വഴിക്കായിട്ട് കിടക്കുകയല്ലേ, അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ചെയ്തത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ
അഭിയാണെങ്കിൽ നവ്യയോട് അതും ഇതും ഒക്കെ പറയുന്നുണ്ട്, നവ്യയും അതും ഇതും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നവ്യയ്ക്ക് ആദർശിനെ അത്രയധികം ഇഷ്ടമല്ലാതെ ആയി പോവുകയാണ്. കാരണം അഭി ഓരോന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് തന്നെ ഒരു സമാധാനമില്ല. പിന്നെ മുത്തച്ഛൻ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ അഭിയെ പുറത്താക്കണം, ഇല്ലെങ്കിൽ ജ്വല്ലറിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. പക്ഷെ ഇപ്പൊ ഉടനെ പുറത്താക്കാൻ പെട്ടെന്ന് അങ്ങ് എടുത്തു പിടിച്ച് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കൂല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനും പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ അഭിയെ നന്നാക്കാൻ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല, അവൻ ഇനി നന്നാകാനും പോകുന്നില്ല എന്ന് നമ്മുടെ മുത്തച്ഛൻ നയനോടും ആദർശനോടൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ഇനി അഭിയെ നന്നാകാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും കണ്ട പെണ്ണുങ്ങളുടെ പുറകെയാണ് നടക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ നവ്യ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും നവ്യയുടെ ജീവിതം തന്നെ പോവുകയുള്ളൂ. എല്ലാ സഹിച്ച് ക്ഷമിച്ച് നയനെ നിൽക്കുന്ന പോലെ ഒരിക്കലും നവ്യ നിൽക്കാത്തത് കൊണ്ടാണ് സത്യങ്ങൾ പറയാത്തത്. പക്ഷെ അങ്ങനെ ക്ഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നവ്യയ്ക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ പോകാം. കാരണം അഭി അത്രയ്ക്ക് മാത്രം ക്രൂരതകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടിക്കുറുക്കി പറയാത്ത വേറെ ഒന്നും കൊണ്ടും അല്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടാണ് എപ്പിസോഡ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഒത്തിരി വലിയ ഡയലോഗൊന്നും ഇടാതെ ചെറിയ രീതിയിൽ ഒരു 10-11-12 മിനിറ്റിന് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. നമ്മൾ നാളെ കറക്റ്റ് 7:30 തന്നെ ആയിരിക്കും രാവിലെ നമ്മുടെ വിശേഷം ഇടുക. ഇന്ന് ഒന്ന് സമയം താമസിച്ച് പോയെന്നേ ഉള്ളൂ. നാളെ കറക്റ്റ് 7:30 തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ ഇന്ന് വൈകിട്ട് 9:30 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ഒരു 2:45 കൂടി നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.